ഡിയർ സ്റ്റുഡൻസ്, നാം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബികോം തേർഡ് സെമ്മിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന ഭാഗമാണ്. എ കമ്പനി ക്യാൻ ഇഷ്യൂ ഷെയർസ് ഇൻ ദി ഫോളോയിങ് 2 ways. ഒരു കമ്പനിക്ക് പ്രധാനമായിട്ടും 2 വഴികളിലൂടെയാണ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ കഴിയുന്നത്. ഫസ്റ്റ് വൺ ഫോർ ക്യാഷ്, സെക്കൻഡ് വൺ ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. അതിൽ ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ ക്യാഷ്, അതിൽ വരുന്ന ജേണൽ എൻട്രീസ്. അതിൽ ഫസ്റ്റ്, ഇഫ് ദി പ്രൈസ് ഓഫ് ദി ഷെയർ ഈസ് റിസീവ്ഡ് ഇൻ ലംസം, ഷെയർ എമൗണ്ട് മുഴുവനായിട്ട് കിട്ടുകയാണെങ്കിൽ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് വരിക. ഇനി അടുത്തത്, ഇഫ് ദി പ്രൈസ് ഓഫ് ദി ഷെയർ ഈസ് റിസീവ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്, ഷെയർ എമൗണ്ട് ഇൻസ്റ്റാൾമെൻറ്റ് വഴിയാണ് റിസീവ് ചെയ്യുന്നതെങ്കിൽ, അതായത് അപ്ലിക്കേഷൻ, അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ എന്നിങ്ങനെ പല വഴിയുള്ള ഇൻസ്റ്റാൾമെൻറ്റ് വഴിയാണ് ഷെയർ എമൗണ്ട് റിസീവ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ, ഓൺ റെസീപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ മണി, അപ്ലിക്കേഷൻ മണി ലഭിക്കുമ്പോഴുള്ള ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. അടുത്തത്, ഓൺ ആക്സെപ്റ്റൻസ് ഓഫ് അപ്ലിക്കേഷൻ, ജേണൽ എൻട്രി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, അതായത് അപ്ലിക്കേഷൻ മണി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടുള്ള ജേണൽ എൻട്രിയാണത്. ഇനി മൂന്നാമത്തത്, ഓൺ മേക്കിംഗ് അലോട്ട്മെൻറ്റ് ഡ്യൂ, അലോട്ട്മെൻറ്റ് മണി കിട്ടാനുണ്ട്, അപ്പോൾ എന്താണ്, ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അടുത്തത് നാലാമത്തത്, ഓൺ റെസീപ്റ്റ് ഓഫ് അലോട്ട്മെൻറ്റ് മണി, അലോട്ട്മെൻറ്റ് മണി ലഭിച്ചു, അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. അഞ്ചാമത്തത്, ഓൺ മേക്കിംഗ് ദി ഫസ്റ്റ് കോൾ, ഫസ്റ്റ് കോൾ മണി ലഭിക്കാനുണ്ട്, അപ്പോൾ ജേണൽ എൻട്രി ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് അറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ഓൺ റെസീപ്റ്റ് ഓഫ് ഫസ്റ്റ് കോൾ മണി, ഫസ്റ്റ് കോൾ മണി റിസീവ് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്. ഇത്രയും ജേണൽ എൻട്രിയാണ് ഷെയർ എമൗണ്ട് ഇൻസ്റ്റാൾമെൻറ്റ് വഴി റിസീവ് ചെയ്യുമ്പോൾ വരുന്നത്. ഇനി നെക്സ്റ്റ്, ടേംസ് ഓഫ് ഇഷ്യൂ, അതായത് ഷെയർ ഇഷ്യൂ ചെയ്യാനുള്ള പ്രധാനമായിട്ടും 3 ടേംസുകളാണുള്ളത്. ഒന്ന്, ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ, 2 ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം, 3 ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട്. അതിൽ ഫസ്റ്റ്, ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ. എന്താണ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ എന്ന് പറഞ്ഞാൽ, വെൻ ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് എ പ്രൈസ് ഈക്വൽ ടു ദെയർ നോമിനൽ വാല്യൂ ഇറ്റ് ഈസ് കോൾഡ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയറിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ഇഷ്യൂ പ്രൈസിന് ഈക്വൽ ആണെങ്കിൽ അത്തരത്തിലുള്ള ഇഷ്യൂവിനെയാണ് എന്ത് പറയുക, ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫേസ് വാല്യൂ 10 രൂപയായിട്ടുള്ള ഒരു ഷെയറിൻ്റെ ഇഷ്യൂ പ്രൈസ് 10 രൂപ തന്നെയാണെങ്കിൽ ആ ഒരു ഇഷ്യൂവിനെ നമുക്ക് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ എന്ന് പറയാം. ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാറുമായി ബന്ധപ്പെട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എച്ച് ലിമിറ്റഡ് വാസ് രജിസ്റ്റേർഡ് വിത്ത് എ നോമിനൽ ക്യാപിറ്റൽ ഓഫ് ₹20 lakh divided into 20,000 shares of ₹100 each. The company issued 10,000 shares at par, payable ₹20 on application, ₹30 on allotment, and ₹20 on first call, and ₹30 on final call. All shares were subscribed by the public and amounts duly received. Past journal entries in the books of the company. ഇവിടെ എച്ച് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ നോമിനൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 20 ലക്ഷമാണ്. അതായത് 100 രൂപയുടെ 20,000 ഷെയറുകളായിട്ട് അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 10,000 ഷെയറാണ് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അതും അറ്റ് പാർ, അതായത് 100 രൂപയ്ക്ക് തന്നെയാണ് 10,000 ഷെയറുകൾ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഇതിൽ അപ്ലിക്കേഷൻ മണി എന്ന് പറയുന്നത് 20ഉം അലോട്ട്മെൻറ്റ് മണി എന്ന് പറയുന്നത് 30ഉം, ഫസ്റ്റ് 20 രൂപ, അതേപോലെ തന്നെ ഫൈനൽ കോള് 30 രൂപ. മാത്രമല്ല മുഴുവൻ എമൗണ്ടും പബ്ലിക്ക് കമ്പനിക്ക് നൽകിയിട്ടും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ജേണൽ എൻട്രിയാണ് നമുക്ക് നോക്കാനുള്ളത്. ഇനി അതിൽ വരുന്ന ആദ്യത്തെ ജേണൽ എൻട്രി, ആദ്യം അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തിട്ടുള്ള ജേണൽ എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. അവിടെ നമുക്ക് കാണാം, അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ഓൺ
10,000 ഷെയർസ് അറ്റ് ₹20 എന്ന് പറയുന്നുണ്ട്. 10,000 ഷെയർസിന് 20 രൂപ ആപ്ലിക്കേഷൻ നിരക്കിൽ എമൗണ്ട് 2 lakh വരും. ഇനി അടുത്തത് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. നരേഷൻ വരുന്നത് ട്രാൻസ്ഫർ ഓഫ് ഷെയർ ആപ്ലിക്കേഷൻ മണി ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ മണി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രിയാണിത്. അപ്പോൾ എമൗണ്ട് 2 lakh തന്നെ. ഇനി അടുത്തത് വെൻ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ, അതായത് ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അലോട്ട്മെൻറ്റ് മണി കിട്ടാനുണ്ട്. എത്രയാണ്? അതായത് അലോട്ട്മെൻറ്റ് മണി എന്ന് പറയുന്നത് 30 രൂപയാണ്. 10,000 ഷെയറിന് 30 രൂപ നിരക്കിൽ 3 ലക്ഷം വരും. ഇനി അടുത്തത് അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്തിട്ടുള്ള ജേണൽ എൻട്രിയാണ്. ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ്, അതായത് 10,000 ഷെയർസിന് 30 രൂപ നിരക്കിൽ 3 ലക്ഷം. ഇനി അടുത്തത് ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആണ്. ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, അതായത് ഫസ്റ്റ് കോൾ മണി കിട്ടാനുണ്ട്. അതായത് ഫസ്റ്റ് കോൾ മണി എമൗണ്ട് 20 രൂപയാണ്. 10,000 ഷെയർസിന് 20 രൂപ നിരക്കിൽ 2 ലക്ഷം. ഇനി ഫസ്റ്റ് കോൾ മണി കിട്ടിയതായിട്ട് കാണിക്കുന്ന ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ. അപ്പോൾ എമൗണ്ട് 2 lakh തന്നെ വരും. അടുത്തത് സെക്കൻഡ് കോൾ മണി ഡ്യൂ എന്നുള്ള ജേണൽ എൻട്രിയാണ്. ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ മണി എന്ന് പറയുന്നത് 30 രൂപയാണ്. 10,000 ഷെയർസിന് 30 രൂപ നിരക്കിൽ 3 ലക്ഷം വരും. ഇനി സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ മണി റിസീവ് ചെയ്തിട്ടുള്ള ജേണൽ എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ 3 ലക്ഷം. ഇങ്ങനെയാണ് അതിൻ്റെ ജേണൽ എൻട്രീസ് വരുന്നത്.